ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടും കൂടെ ഒരു വള്ളത്തെ പോവില്ല, പോകത്തില്ല. ഒന്നുകിൽ കർത്താവിനെ സേവിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ധനത്തെ സേവിച്ച് ജീവിക്കാം. കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പൈസയെ സ്നേഹിച്ച് ജീവിക്കാനാണ്. പൈസ 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 ഏത് വഴികളിലൂടെ പൈസ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. പലിശയ്ക്ക് കൊടുത്തോ അല്ലാതെയോ ഒക്കെ ആയിട്ട് ഏതെല്ലാം വിധത്തിൽ 10 ഉള്ളവൻ 100 ആക്കാനും 100 ഉള്ളവൻ 1000 ആക്കാനും 1000 ഉള്ളവൻ 10000 ആക്കാനുമുള്ള ശ്രമത്തിനിടയിലാണ്. ഇതെല്ലാം നല്ലതാണ്, പൈസ ആവശ്യമാണ്. പക്ഷേ അത് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പൈസ മറ്റുള്ളവർക്ക്, അവരെ ഒന്നുമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കൂടി അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാൻ പണമില്ലാതെ വിഷമിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ പേര്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടാവും. സ്വർണത്തിനൊക്കെ അങ്ങേയറ്റത്തെ വിലയിലേക്ക് പോയി. സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. ചെറിയ തോതിലൊരു കല്യാണം നടത്തി വരണമെങ്കിൽ എത്ര രൂപ വേണം? ധനാഢ്യരായി ജീവിക്കുന്ന ഓരോ മനുഷ്യർ, ഞാനും കൂടെ ഉൾപ്പെടെയുള്ള ഒരവസ്ഥയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റും, പക്ഷെ കർത്താവിനെ പ്രതി നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. കർത്താവ് എന്നാ ചെയ്തത്? സ്വന്തം ശരീരം, ഒരു തുള്ളി രക്തം പോലും ശരീരത്തിലില്ലാതെ സർവ്വതും എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിച്ച് നൽകിയ വ്യക്തി നമുക്ക് പാഠമാക്കി തന്നിരിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കാൻ സാധിക്കുമോ? 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുമോ? കയ്യിൽ 2 വളയിട്ടേക്കണയാൾ ഒരു വള ഊരി വേറൊരു ഇല്ലാത്തൊരു പാവപ്പെട്ട കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞാൽ എത്ര പ്രാർത്ഥന നിൽക്കുന്ന ചേച്ചിയാണെങ്കിലും ചെവിക്കലിനൊരടിയും തരും, അവിടുന്ന് സ്റ്റാൻഡ് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരത്തില്ല. വരുമോ? വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശരിയായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതാണോ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കാൻ ഘോരം ഒച്ചയെടുക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എണ്ണം തികച്ച് പ്രാർത്ഥിക്കാനോ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഇല്ലാത്തവനുമായി, നമ്മുടെ സഹോദരങ്ങളെ വിഷമിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരുന്നത്. അപ്പോഴാണ് ശരിയായ തരത്തിലൊരു ക്രിസ്ത്യാനി അവിടെ ജീവൻ വയ്ക്കുന്നത്. അത് പറ്റുമോ? ശരി, ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ പണം സമ്പാദിക്കാൻ ഉദ്ദേശിക്കാൻ നമുക്ക് വേണ്ടിയല്ലേ, അല്ലേ? മറ്റുള്ളവരെ എന്തിനു സഹായിക്കണം? അതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. അതല്ല ക്രിസ്തു നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ധനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ധനത്തെ കെട്ടിപ്പിടിക്കുന്നത്. ഈ ധനം നമ്മളെ ഇട്ടിട്ട് പോകുന്ന ഒരു നിമിഷമുണ്ട്. ഒന്നുമില്ലാതെ നമ്മൾ ഇരിക്കെ കുത്തായി വീണിട്ടുണ്ടോ? ഒന്ന് വീണ് നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇരിക്കെ കുത്തായി വീണ ഒത്തിരി ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അവിടെയൊക്കെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവനൊക്കെ എഴുന്നേറ്റ് വരികയുള്ളൂ, അല്ലെങ്കിൽ എഴുന്നേറ്റ് വരില്ല. അത് അന്ത്യമായിരിക്കും. അപ്പം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14 മുതൽ 17 വരെ തിരുവചനം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അതിൽ തന്നെ നിരർത്ഥകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര വിശ്വാസികളാണ് ഞാനും നിങ്ങളുമൊക്കെ,
പക്ഷെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പരീക്ഷണം, കർത്താവിൻ്റെ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ സ്റ്റാൻഡ് വിട്ട് പോകും, പ്രാർത്ഥനയും നിർത്തും, എല്ലാ പരിപാടിയും നിർത്തും. പക്ഷെ മുറിച്ചു കൊടുക്കണം ഈശോയിലായിരിക്കുന്ന വ്യക്തി. രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മാറ്റപ്പെടുത്തലുകൾ നടത്തണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും വിളിക്കപ്പെടും, ഒരു സംശയം വേണ്ട. വിധിയാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മളെ ഏൽപ്പിച്ചത് മറ്റുള്ളവനും കൂടെ അനുഭവിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ അവനെ സഹായിക്കാതെ, അവൻ ഈ ജീവിതത്തിൽ അവൻ നരകയാതനകൾ അനുഭവിച്ചാണ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതെങ്കിൽ അതിന് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടി പറയാം. ഈ മേഖലയിൽ സാത്താനും പ്രവർത്തിക്കുന്നുണ്ട്. ചില വ്യക്തികൾ യാതൊരു സ്നേഹമില്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് വിവേകത്തിൻ്റെ വരം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അവിടെ നമ്മളെ ചൂഷണം ചെയ്യാൻ അന്ധകാര ശക്തിയും ചൂഷണം ചെയ്യാം. ആ മേഖലകളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയും. അതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി. എല്ലാ നന്മയും നന്മയാകണമെന്നില്ല. ചിലത് നമ്മുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ ചെയ്യും. അവിടെ പോയി പരിപാടി തീർന്നു. എന്ത് ചെയ്യുന്നെങ്കിലും ഈശോയെ പ്രതി ചെയ്യുക. ഈശോയെ പ്രതി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ സാത്താൻ്റെ കയ്യിൽ നിന്ന് തോളിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് കർത്താവിൻ്റെ കയ്യെ പിടിക്കുക. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും അവരായിരിക്കുന്ന ദേശത്തിൻ്റെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.